പെട്രോളും ഡീസലും കുപ്പികൾക്ക് പിന്നാലെ കന്നാസുകളിലും വാങ്ങുന്നതിന് കേന്ദ്രം പൂട്ടിട്ടതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കർഷകർ. ഇന്ധനം വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് കാർഷിക യന്ത്രങ്ങളും ജനറേറ്ററുകളും പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല. പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷന്റെ അംഗീകാരമുള്ള ക്യാനുകൾ മാത്രമേ ഇന്ധനം നൽകാവൂ എന്നും ഒരു ഉപഭോക്താവിനോ വാഹനത്തിനോ പരമാവധി 200 ലിറ്റർ ഡീസൽ മാത്രമേ നൽകാവൂ എന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. പമ്പുകളിൽ ഉത്തരവ് കർശനമാക്കിയില്ലെങ്കിലും നിയന്ത്രണമുണ്ട്. എന്നാൽ വരും ദിവസങ്ങളിൽ ഉത്തരവ് കർശനമാക്കേണ്ടി വരുമെന്നാണ് പമ്പ് ഉടമകൾ പറയുന്നത്. അതേസമയം പെസോ അംഗീകാരമുള്ള ക്യാനുകൾ വിപണിയിൽ എവിടെയും കിട്ടാനില്ല. പെസോ ക്യാനുകൾ നിർമ്മിക്കുന്ന കമ്പനികൾ ഇന്ത്യയിൽ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ക്യാനുകൾ കേരളത്തിലെ വിപണിയിൽ എത്താൻ താമസമെടുക്കും. നാടൻ ക്യാനുകളിൽ ഇന്ധനം നൽകുന്നത് നിർത്തിയാൽ ഏറെ സ്തംഭനത്തിലാകുന്നത് കാർഷിക മേഖലയായിരിക്കും. യന്ത്രം ഉപയോഗിച്ച് കാട് വെട്ടുന്നവർ പണി നിർത്തേണ്ടതായി വരും. വയൽപ്പണി നടത്തേണ്ട സമയമായതിനാൽ പവർ ടില്ലറും പ്രതിസന്ധിയിലാകും. ഹോട്ടലുകളിലും ഓഡിറ്റോറിയങ്ങളിലും പൊതുപരിപാടികളിലുമെല്ലാം ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ ഡീസൽ വാങ്ങുന്നതും പ്രതിസന്ധിയിലാകും. പെസോ അംഗീകൃത ക്യാനുകൾ നിർബന്ധമാക്കിയതോടെ ആളുകൾ ഈ ക്യാനുകൾ എവിടെ ലഭിക്കുമെന്നുള്ള അന്വേഷണത്തിലാണ്. കൂടുതൽ ആളുകൾക്കും എന്താണ് ഈ പെസോ ക്യാനുകൾ എന്നത് അവ്യക്തമാണ്. എന്താണ് പെസോ എന്ന് നോക്കാം. പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ എന്നതിന്റെ ചുരുക്കെഴുത്താണ് പെസോ. ഇത് ചീഫ് കൺട്രോളർ ഓഫ് എക്സ്പ്ലോസീവ് എന്നും അറിയപ്പെടുന്നു. വ്യവസായ, ആഭ്യന്തര, വ്യാപാര പ്രോത്സാഹന വകുപ്പിന്റെയും വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെയും നേതൃത്വത്തിൽ സ്വതന്ത്ര പദവിയുള്ള ഒരു നിയന്ത്രണ സ്ഥാപനമാണ് പെസോ. പെസോ അംഗീകരിച്ചിട്ടുള്ള പ്രത്യേക കണ്ടെയ്നറുകളാണ് പെസോ ക്യാനുകൾ എന്ന് അറിയപ്പെടുന്നത്. പെട്രോളിയം, സ്ഫോടക വസ്തുക്കൾ എന്നിവ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനും കൊണ്ടുപോകുന്നതിനുമാണ് പെസോ അംഗീകൃത കണ്ടെയ്നറുകൾ ഉപയോഗിക്കുന്നത്. ചോർച്ച, പൊട്ടിത്തെറി, തീപിടുത്തം എന്നിവ ഒഴിവാക്കാനാണ് പെട്രോൾ പമ്പുകളിൽ നിന്ന് ഇന്ധനം വാങ്ങാൻ ഇത്തരം ക്യാനുകൾ നിർബന്ധമാക്കിയിരിക്കുന്നത്. പെട്രോൾ, ഡീസൽ പോലുള്ളവ സൂക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന നീരാവി പുറത്തു പോകാത്തതും അമിതമർദ്ദം താങ്ങാൻ കഴിയുന്നതുമായ മെറ്റീരിയലുകൾ, ഉദാഹരണത്തിന് അലൂമിനിയം, ഗാൽവനൈസ്ഡ് ഇരുമ്പ് അല്ലെങ്കിൽ പ്രത്യേകതരം പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ് ഇവ നിർമ്മിക്കുന്നത്. അനധികൃത പ്ലാസ്റ്റിക് കുപ്പികളിലോ ക്യാനുകളിലോ ഇന്ധനം നൽകുന്നത് അപകടങ്ങൾക്ക് കാരണമാകുമെന്നാണ് കേന്ദ്ര സർക്കാർ പെസോ അംഗീകൃത കണ്ടെയ്നറുകൾ നിർബന്ധമാക്കിയത്. വാഹനങ്ങളിൽ ഇന്ധനം തീർന്ന് വഴിയിൽ കുടുങ്ങുമ്പോഴോ കാർഷിക യന്ത്രങ്ങൾക്കും ജനറേറ്ററുകൾക്കും ഇന്ധനം കൊണ്ടുപോകാനോ ഈ ക്യാനുകൾ സുരക്ഷിതമായി ഉപയോഗിക്കാം. ബ്രിട്ടീഷ് ഇന്ത്യ മുതൽ പെസോ വകുപ്പ് സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനായി പ്രവർത്തിച്ചു വരുന്നു. 1890കളിൽ ഈ വകുപ്പ് സ്ഫോടക വസ്തു വകുപ്പായി സ്ഥാപിതമായി. അതിന്റെ ആരംഭകാലത്തെ പെട്രോളിയം, കംപ്രസ്ഡ് വാതകങ്ങൾ, സ്ഫോടക വസ്തുക്കൾ തുടങ്ങിയ അപകടകരമായ വസ്തുക്കളുടെ സുരക്ഷ നിയന്ത്രിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. പെട്രോളിയവും കംപ്രസ്ഡ് വാതകങ്ങളും വിഷാംശമുള്ളതിനാൽ അവയുമായി സമ്പർക്കത്തിൽ വരുന്ന ഒരു തീപ്പൊരി മതി ജീവന് ഭീഷണിയായ ദുരന്തത്തിന് കാരണമാകാൻ. കംപ്രസ്ഡ് വാതകങ്ങൾ കത്തുന്നതും വിഷാംശം നിറഞ്ഞതും ഓക്സിഡൈസിംഗ് നശിപ്പിക്കുന്നതുമായ അപകടങ്ങളുടെ സംയോജനമാണ്. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് പെസോയുടെ ആസ്ഥാനം.